ചിത്രം വിചിത്രത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സൂര്യ കോമഡിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ അതിലെ വില്ലൻ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്? വില്ലൻ കരുത്തനാണെങ്കിൽ മാത്രമാണ് നായകന്റെ ഉശിരുള്ള പ്രകടനം നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചിരിക്കുവാനും കൈയടിക്കുവാനും ആർപ്പ് വിളിക്കുവാനും ഒരു സിനിമ ആഘോഷമാക്കി മാറ്റുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വില്ലനെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. മലയാളികൾ വില്ലനെ ആഘോഷമാക്കി മാറ്റിയ കാലം. മലയാളികളുടെ ആ പ്രിയപ്പെട്ട വില്ലനാണ് രാജൻ പി ദേവ്. രാജൻ പി ദേവിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി ചിത്രം വിചിത്രത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. മലയാള സിനിമയിൽ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ വില്ലൻ സങ്കല്പങ്ങളെയും അപ്പാടെ തകർത്തു കളഞ്ഞ നടനായിരുന്നു രാജൻ പി ദേവ്. വില്ലനായാൽ ഭീകര രൂപിയായിരിക്കണം, ചിരിക്കാത്ത ആളായിരിക്കണം, എപ്പോഴും ദേഷ്യപ്പെടണം എന്നിങ്ങനെയുള്ള സങ്കല്പങ്ങളായിരുന്നു അതുവരെ മലയാള സിനിമയിൽ നിലനിന്നിരുന്നത്. മലയാള സിനിമയിൽ മാത്രമല്ല, ഇന്ത്യൻ സിനിമയിലും ഏതാണ്ട് ഇതൊക്കെ തന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെയുള്ളപ്പോഴാണ് കാണികളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വില്ലൻ അവതരിക്കുന്നത്. ആ വില്ലനെ കണ്ട് ആരും ഭയക്കേണ്ടതില്ല, പകരം പൊട്ടി ചിരിക്കാം. സിനിമയിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്നതിനായി ഒരു കൊമേഡിയന്റെ ആവശ്യം ഇല്ല എന്ന് തന്നെ പറയാം. രാജൻ പി ദേവിന്റെ എല്ലാ വില്ലൻ വേഷങ്ങളുടെയും പ്രധാന ഹൈലൈറ്റും ഇത് തന്നെയായിരുന്നു. വില്ലനെ കണ്ട് കാണികൾ ചിരിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ചിന്തിക്കുവാൻ പോലും പറ്റാത്ത കാലഘട്ടമായിരുന്നു അത്. വില്ലൻ കഥാപാത്രത്തെ കണ്ട് കാണികൾ ചിരിച്ചു കഴിഞ്ഞാൽ ആ കഥാപാത്രം പരാജയപ്പെട്ടു എന്നതായിരുന്നു അനുഭവം. വില്ലൻ കഥാപാത്രം പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമയുടെ കാര്യം പറയേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല. എന്നാൽ കാണികളെ ചിരിപ്പിക്കുവാനും വില്ലൻ കഥാപാത്രത്തിന് സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്ത നടനായിരുന്നു രാജൻ പി ദേവ്. കാണികളെ ഭയപ്പെടുത്താൻ മാത്രമല്ല, അവരുടെ ഇഷ്ടം പിടിച്ചു പറ്റുവാനും വില്ലൻ കഥാപാത്രങ്ങൾക്ക് സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു കൊടുത്തു. രാജൻ പി ദേവ് ആദ്യമായി അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം ഒരു ട്രെൻഡ് സെക്ടർ തന്നെ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം അവതരിപ്പിച്ച ഓരോ വില്ലൻ കഥാപാത്രങ്ങൾക്കുമായി പ്രേക്ഷകർ ആവേശത്തോടെ കാത്തിരുന്നു. വില്ലന്റെ രംഗങ്ങളിൽ കാണികൾ ചിരിച്ചും കൈയടിച്ചും ആഘോഷമാക്കി മാറ്റുകയായിരുന്നു. ഒരു പുതിയ സിനിമാ അനുഭവം തന്നെയാണ് തന്റെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും രാജൻ പി ദേവ് കാണികൾക്കായി ഒരുക്കിയിരുന്നത്. നാടകരംഗത്ത് പയറ്റിത്തെളിഞ്ഞ രാജൻ പി ദേവ് സിനിമയിലേക്ക് എത്തിയപ്പോൾ കാണികളെ എങ്ങനെ കയ്യിലെടുക്കണമെന്നുള്ള വിദ്യകൾ അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. സാധാരണ വില്ലൻ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന നടന്മാരെ പൊതുസ്ഥലത്ത് വെച്ച് കാണുമ്പോൾ ജനങ്ങൾ പേടിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ രാജൻ പി ദേവിനെ കാണുമ്പോൾ ജനങ്ങൾ സ്നേഹത്തോടെ ചുറ്റും കൂടാൻ തുടങ്ങി. നാടൊട്ടുക്ക് നടന്ന് തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേരെ കല്യാണം കഴിച്ച് തെരുവിലാക്കലാണ് നിന്റെ പണി. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ SJ ദേവിന്റെയും കുട്ടിയമ്മയുടെയും മകനായി 1954 മെയ് 20 രാജൻ പി ദേവ് ജനിക്കുന്നത്. പിതാവിന്റെ നാടക പ്രവർത്തനങ്ങളിൽ താല്പര്യം തോന്നിയ രാജൻ പി ദേവ് തന്റെ കോളേജ് പഠനം ഉപേക്ഷിച്ച് വിശ്വ കേരള കലാസമിതി എന്ന നാടക ട്രൂപ്പിൽ ചേർന്ന് അദ്ദേഹത്തിന്റെ നാടക പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായിരുന്നു. പിന്നീട് തനിക്ക് സ്വന്തമായി ഒരു നാടക ട്രൂപ്പ് വേണം എന്ന് ആഗ്രഹിക്കുകയും ചേർത്തല ജൂബിലി തിയേറ്റേഴ്സ് എന്ന പേരിൽ ഒരു നാടക ട്രൂപ്പ് രാജൻ പി ദേവ് ആരംഭിക്കുകയും ചെയ്തു. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. സ്വന്തം നാടക സമിതി രൂപീകരിച്ച രാജൻ പി ദേവ് ശബ്ദം എന്ന പേരിൽ പുതിയൊരു നാടകം സ്വയം രചിച്ച് അഭിനയിക്കുകയും ആ നാടകം വിജയകരമാവുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ നാടകത്തിലെ പ്രകടനം നേരിട്ട് കണ്ട SL പുരം സദാനന്ദൻ തന്റെ സൂര്യസോമയുടെ കാട്ടുകുതിര എന്ന നാടകത്തിലേക്ക് രാജൻ പി ദേവിനെ നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു. ആ ക്ഷണം രാജൻ പി ദേവിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറി. കാട്ടുകുതിരയിലെ കൊച്ചുവാവയായി സ്റ്റേജിലെത്തിയതോടുകൂടി രാജൻ പി ദേവ് മലയാള നാടകവേദിയിലെ അനിഷേധ്യ താരമായി വളർന്നു. മുമ്പ് പഠിച്ച കോളേജിൽ 3 കൊല്ലം കൊണ്ട് 9 സസ്പെൻഷൻ, 7 പോലീസ് കേസ്. മലയാള സിനിമയിലെ നർമ്മബോധമുള്ള വില്ലൻ എന്ന പേരെടുത്ത നടൻ കൂടിയാണ് രാജൻ പി ദേവ്. മോനെ പ്രസന്ന, എന്തായാലും പറഞ്ഞു അളിയനോട്. പിന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇദ്ദേഹം അങ്ങോട്ട് ചെന്നേച്ചാ മതിയല്ലേ? താങ്ക് യു. നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ അതിലെ വില്ലൻ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ്?
വില്ലൻ കരുത്തനാണെങ്കിൽ മാത്രമാണ് നായകന്റെ ഉശിരുള്ള പ്രകടനം നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചിരിക്കുവാനും കൈയടിക്കുവാനും ആർപ്പ് വിളിക്കുവാനും ഒരു സിനിമ ആഘോഷമാക്കി മാറ്റുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വില്ലനെ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു അവസ്ഥ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. മലയാളികൾ വില്ലനെ ആഘോഷമാക്കി മാറ്റിയ കാലം. മലയാളികളുടെ ആ പ്രിയപ്പെട്ട വില്ലനാണ് രാജൻ പി ദേവ്. ഒറ്റ മോനല്ലേ നീ, വെറുതെ ആ ടീച്ചറമ്മയെ കരയിപ്പിക്കാൻ നിൽക്കണ്ട. കോളേജിന്റെ പുറത്തെ മുട്ടി നിൽക്കാൻ പറ്റില്ല നിനക്ക്, മോൻ മുള്ളിപ്പോവും. ആളുകളെ ചിരിപ്പിക്കുവാനും രസിപ്പിക്കുവാനും കഴിയുന്ന വില്ലൻ എന്ന വലിയൊരു മാറ്റം മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന നടനാണ് രാജൻ പി ദേവ്. തന്റെ കരിയറിന്റെ ആദ്യ ഭാഗങ്ങളിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടതും ആ നിലയിൽ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് എല്ലാ നിലയിലും താനൊരു മികച്ച നടനാണെന്ന് തെളിയിച്ച നടൻ കൂടിയാണ് രാജൻ പി ദേവ്. നാടകം നൽകിയ പാഠങ്ങൾ തന്നെയായിരുന്നു രാജൻ പി ദേവ് എന്ന നടന്റെ കരുത്ത്. നാടക അഭിനയത്തിന്റെ അടവുകൾ എല്ലാം തന്നെ പയറ്റിത്തെളിഞ്ഞ രാജൻ പി ദേവിന് സിനിമാ അഭിനയത്തിലെ ഓരോ പടവുകളും ആയാസരഹിതമായിരുന്നു എന്ന് തന്നെ പറയാം. ഒരർത്ഥത്തിൽ രാജൻ പി ദേവിന്റെ സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളെല്ലാം തന്നെ അദ്ദേഹം അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ നാടകത്തിലെ കൊച്ചുവാവ എന്ന കഥാപാത്രത്തിന്റെ തുടർച്ചയാണെന്ന് പറയേണ്ടി വരും. നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ് കൊച്ചുവാവ എങ്കിലും ഇടയ്ക്കൊക്കെ അദ്ദേഹത്തിന്റെ ചെയ്തികളും പ്രവർത്തികളുമെല്ലാം കാണികളിൽ ചിരി പടർത്തുന്നതായിരുന്നു. നാടിനു വേണ്ടി പൊരുതി മരിച്ച ദേശസ്നേഹികളെ നമ്മുടെ നേതാക്കന്മാരെ ഇന്ന് നാം ആദരവോടെ സ്മരിക്കുന്നു. 1983 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ എന്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ ഒരു ചെറിയ വേഷം ചെയ്തുകൊണ്ട് രാജൻ പി ദേവ് സിനിമാ ലോകത്തേക്കുള്ള വരവറിയിച്ചു. എന്നാൽ രാജൻ പി ദേവിലെ പ്രതിഭയ്ക്ക് ഒരു കരിയർ ബ്രേക്ക് നൽകാൻ ഉതകുന്നതായിരുന്നില്ല ആ ചിത്രത്തിലെ ഈ ചെറിയ വേഷം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1990 താൻ നായകനായി അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ നാടകം കാട്ടുകുതിര സിനിമയാകാൻ പോകുന്നുവെന്നറിഞ്ഞ് രാജൻ പി ദേവ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. എന്നാൽ അദ്ദേഹത്തെ നിരാശനാക്കിക്കൊണ്ട് ഈ ചിത്രത്തിലെ നായക വേഷം എത്തിപ്പെട്ടത് നടൻ തിലകനിലേക്കായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഓവർ ഫിറ്റ് ആയി പോയതാ, ഒന്ന് സർവീസ് ചെയ്തെടുത്താൽ മതി. കാട്ടുകുതിര സിനിമയായപ്പോൾ നടൻ തിലകൻ ഒരുപാട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങി. എന്നാൽ കാട്ടുകുതിര എന്ന നാടകം കണ്ടിട്ടുള്ളവർ കൊച്ചുവാവ എന്ന നായക കഥാപാത്രത്തെ കൂടുതൽ ഗംഭീരമാക്കിയത് രാജൻ പി ദേവാണെന്നുള്ള വാദവും ഉയർത്തിയിരുന്നു. ആ ഇടയ്ക്ക് ഒരു സിനിമാ വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിനിടയിൽ ഈ വേഷം തനിക്ക് നഷ്ടമായതിൽ കടുത്ത നിരാശയുണ്ടെന്ന് രാജൻ പി ദേവ് വെളിപ്പെടുത്തുകയും ചെയ്തു. ഈ അഭിമുഖം ചലച്ചിത്ര സംവിധായകനായ തമ്പി കണ്ണന്താനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. ഡെന്നിസ് ജോസഫിന്റെ തിരക്കഥയിൽ മോഹൻലാലിനെ നായകനാക്കി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്യാൻ പോകുന്ന പുതിയ ചിത്രത്തിലേക്ക് ഒരു വില്ലനെ അന്വേഷിക്കുന്ന സമയം കൂടിയായിരുന്നു അത്. ഈ അഭിമുഖം കണ്ട ഉടനെ തന്നെ തമ്പി കണ്ണന്താനം രാജൻ പി ദേവിനെ വിളിച്ച് തന്റെ പുതിയ ചിത്രത്തിലെ വില്ലൻ വേഷം ഓഫർ ചെയ്യുകയായിരുന്നു. പേരിൽ മാത്രമല്ല, ജീവിതത്തിൽ നീ ഭാഗ്യവാനായല്ലോ എന്റെ ഭാഗ്യനാഥ മരുമകനെ. ഒരു നിമിത്തം എന്ന പോലെ കാട്ടുകുതിര എന്ന ചിത്രം പുറത്തിറങ്ങിയ അതേ വർഷം 1990 തമ്പി കണ്ണന്താനം മോഹൻലാൽ കൂട്ടുകെട്ടിലെ ഇന്ദ്രജാലം എന്ന ചിത്രവും പുറത്തിറങ്ങുന്നു. ഈ ചിത്രത്തിലെ രാജൻ പി ദേവ് അവതരിപ്പിച്ച കാർലോസ് എന്ന വ്യത്യസ്തനായ വില്ലൻ വേഷം വളരെ വേഗം ജനപ്രിയനായി മാറുന്നു. കാണികളെ കൊടുകുട ചിരിപ്പിച്ച ഈ വില്ലൻ സിനിമയോടൊപ്പം സൂപ്പർ ഹിറ്റായി മാറുകയായിരുന്നു. രാജൻ പി ദേവിന്റെ അഭിനയ ജീവിതത്തിലെ എടുത്തു പറയേണ്ട ഒരു വൻ വഴിത്തിരിവ് തന്നെയായിരുന്നു കാർലോസ് എന്ന ഈ കഥാപാത്രം. വീണ്ടും സമയം തെറ്റിച്ചു, എന്താ ഇത്ര ലേറ്റ് ആയത്? ആദ്യത്തെ വില്ലൻ കഥാപാത്രം ഹിറ്റായതോടുകൂടി രാജൻ പി ദേവിനെ തേടി നിരവധി കഥാപാത്രങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. അവയിൽ ഭൂരിഭാഗവും വില്ലൻ കഥാപാത്രമായിരുന്നു. അവയെല്ലാം തന്നെ പ്രേക്ഷകർ ആസ്വദിക്കുന്നവയും ആയിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ നിന്നും രാജൻ പി ദേവിനെ തേടി നിരവധി അവസരങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അവിടെയും അദ്ദേഹത്തെ കാത്തിരുന്നത് കൂടുതലും വില്ലൻ വേഷങ്ങൾ തന്നെയായിരുന്നു. ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന നടന്മാരെ കാണികൾ പെട്ടെന്ന് മടുക്കാറാണ് പതിവ്. എന്നാൽ രാജൻ പി ദേവിന്റെ രസകരമായ അവതരണ ശൈലി ആരെയും ഒട്ടും മുഷിപ്പിച്ചില്ല എന്നതാണ് സത്യം. എനിക്കൊരു ഉൾവിളി പോലെ ഞാൻ ഒപ്പിടുന്നില്ല. അതെന്താ ചേട്ടായി?
വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനിടയിലും രാജൻ ബി ദേവിനെ തേടി നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. അവയൊക്കെ തികഞ്ഞ കൈയടക്കത്തോടു കൂടി ചെയ്ത് ഫലിപ്പിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുമുണ്ട്. ഏത് കഥാപാത്രങ്ങളും തന്മയത്വത്തോടു കൂടി ചെയ്ത് ഫലിപ്പിക്കുവാൻ കെൽപ്പുള്ളവനാണെന്ന് താനെന്ന് രാജൻ ബി ദേവ് തെളിയിച്ചിട്ടുമുണ്ട്. സാർ എന്നെ ഒന്ന് സഹായിക്കണം. സഹായിക്കുന്നവർക്ക് വേണ്ടി സദാനന്ദൻ എന്തും ചെയ്യും. അഭിനയത്തിന്റെ കാര്യത്തിൽ അതുവരെ ഉണ്ടായിരുന്ന പല മാതൃകകളെയും പൊളിച്ചു വാർത്തുകൊണ്ട് സിനിമയിലേക്ക് എത്തിയ നടനായിരുന്നു രാജൻ ബി ദേവ്. വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സമയത്തു തന്നെ സ്നേഹനിധിയായ അച്ഛൻ കഥാപാത്രങ്ങളും പ്രേക്ഷകരെ കണ്ണീരലിയിക്കുന്ന കഥാപാത്രങ്ങളും മുഴുനീള കോമഡി കഥാപാത്രങ്ങളും എല്ലാം രാജൻ ബി ദേവിന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. പരിചയമില്ലാത്ത നാടല്ലേ, അവളെ തനിച്ചയക്കാൻ പറ്റുമോ? വാങ്ങിച്ചോ മോളെ. എല്ലാം കിട്ടിയില്ലേ ഡാഡി? ബാക്കി നമുക്ക് നാളെ മേടിക്കാം. സിനിമയിൽ എത്തുന്നതിന് മുൻപ് പ്രശസ്ത നാടക നടനായിരുന്നു രാജൻ പി ദേവെങ്കിലും സിനിമാ പ്രേക്ഷകരുടെ ഇടയിൽ അദ്ദേഹത്തിന്റെ പേര് അത്രയധികം പരിചിതമല്ലായിരുന്നു. തന്റെ ആദ്യ ചിത്രത്തിലെ കാർലോസ് എന്ന വില്ലൻ കഥാപാത്രം വൻ വിജയമായതിനെ തുടർന്ന് പ്രേക്ഷകരുടെ ഇടയിൽ തുടർന്നു വന്ന 2-3 വർഷം കാർലോസ് എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് പയ്യെ പയ്യെ രാജൻ പി ദേവ് എന്ന പേര് പ്രേക്ഷകരുടെ ഇടയിൽ പതുക്കെ പരിചിതമാവുകയായിരുന്നു. മേലെപ്പറമ്പി നാളികേരം 2400 അല്ലേ? അത് 1000 എഴുതിയാ മതി, അടിയൻ അറിയണ്ട. രാജൻ പി ദേവ് അവതരിപ്പിച്ച വില്ലൻ വേഷങ്ങളുടെ വൻ സ്വീകാര്യതയും വിജയവും അദ്ദേഹത്തിലേക്ക് കൂടുതൽ സിനിമകൾ എത്തിച്ചുകൊണ്ടേയിരുന്നു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ നിന്നും അദ്ദേഹത്തെ തേടി ഒട്ടനവധി ഓഫറുകളാണ് വന്നുകൊണ്ടേയിരുന്നത്. എന്നിരുന്നാൽ പോലും അദ്ദേഹം ആദ്യം അവതരിപ്പിച്ച് ഫലിപ്പിച്ച കാർലോസ് എന്ന കഥാപാത്രത്തിന്റെ ഛായയുള്ള വില്ലൻ കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹത്തെ തേടിയെത്തിയവയിൽ കൂടുതലും. കാണികളെ കുറെ ചിരിപ്പിച്ചതിനു ശേഷം സിനിമയുടെ അവസാനം നായകനോട് വില്ലത്തരം കാണിച്ച് പരാജയം ഏറ്റുവാങ്ങുന്ന ആ കഥാപാത്ര ശൈലി രാജൻ ബി ദേവിന് തന്നെ മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. ഒരു മാറ്റം ആഗ്രഹിച്ചിരുന്ന രാജൻ ബി ദേവിന് 1995 തന്നിലെ നടനെ സ്വയം ഉടച്ചു വാർക്കാനായി ഒരു അവസരം ലഭിക്കുന്നത്. അതേ മോളെ, അത് ഞങ്ങളും പറയുന്നത്, അവൻ ശരിക്ക് തന്നെ. 1995 റാഫി മെർക്കാട്ടിന്റെ തിരക്കഥയിൽ രാജസേനൻ സംവിധാനം ചെയ്ത അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായ അനിയൻ ബാവയെ അവതരിപ്പിച്ച് ഫലിപ്പിക്കുവാൻ രാജൻ പി ദേവിന് സാധിച്ചു. ഹാസ്യവും വാശിയും സ്നേഹവും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ആ കഥാപാത്രത്തിനും സിനിമയ്ക്കും ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത്. രാജൻ പി ദേവിന്റെ സിനിമാ കരിയറിലെ രണ്ടാമത്തെ മേജർ ബ്രേക്കായി മാറുകയായിരുന്നു ഈ ചിത്രം. ഈ സിനിമയ്ക്ക് ശേഷം വില്ലൻ കഥാപാത്രങ്ങളോടൊപ്പം തന്നെ മറ്റു വേഷങ്ങളും രാജൻ പി ദേവിനെ തേടി വന്നു തുടങ്ങി. നാടകരംഗത്ത് മാത്രമല്ല സിനിമാ രംഗത്തും തന്നിലെ സംവിധായകനെ പുറത്തെടുക്കുവാൻ രാജൻ പി ദേവ് തയ്യാറായി. 1998 തന്റെ ആദ്യത്തെ സംവിധാന സംരംഭം. അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ എന്ന തന്റെ ആദ്യ സിനിമയിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചതും ഇദ്ദേഹം തന്നെയാണ്. പിന്നീട് മണിയറക്കള്ളൻ, അച്ഛന്റെ കൊച്ചുമോൾക്ക് എന്നീ 2 ചിത്രങ്ങളും രാജൻ പി ദേവ് സംവിധാനം ചെയ്തു. മമ്മൂട്ടി, പൃഥ്വിരാജ് എന്നിവരെ നായകന്മാരാക്കി ഓരോ ചിത്രങ്ങൾ സംവിധാനം ചെയ്യാനുള്ള പദ്ധതി രാജൻ പി ദേവിനുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ആരോഗ്യം അതിന് അനുവദിച്ചില്ല. കൊരങ്ങന്മാർക്ക് തീരെ വിവരമില്ലാന്ന് എനിക്കിപ്പോഴാ ബോധ്യായ. രാജൻ പി ദേവ് നാടക മേഖലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത കഴിവുറ്റ ഒരു രചയിതാവായിരുന്നു ബെന്നി പി നായരമ്പലം. പിന്നീട് അദ്ദേഹം തിരക്കുള്ള തിരക്കഥാകൃത്തായി സിനിമയിൽ മാറിയപ്പോൾ രാജൻ പി ദേവിന് സമ്മാനിച്ച ഒരു ഉശിരൻ കഥാപാത്രമായിരുന്നു തൊമ്മനും മക്കളും എന്ന ചിത്രത്തിലെ തൊമ്മൻ എന്ന കഥാപാത്രം. 2005 ഷാഫിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയോടും ലാലിനോടുമൊപ്പം രാജൻ പി ദേവ് തൊമ്മനായി തകർത്ത് അഭിനയിക്കുകയായിരുന്നു. തന്റെ കരിയറിലെ 3ാമത്തെ മേജർ ബ്രേക്ക് ചിത്രമായി മാറുകയായിരുന്നു തൊമ്മനും മക്കളും. കൃത്യനിഷ്ഠ, അതാണ് രംഗത്ത് വേണ്ട ഏറ്റവും വലിയ ഗുണം. വലിയ വലിയ ആൾക്കാർ അവർ ഔട്ടാകാൻ കാരണം കൃത്യനിഷ്ഠ അതില്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? 2007 കാലഘട്ടത്തിന് ശേഷം രാജൻ പി ദേവ് ഡയബറ്റീസ്, ലിവർ സിറോസിസ് തുടങ്ങിയ പല ആരോഗ്യ പ്രശ്നങ്ങളാലും വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. പലപ്പോഴും ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ നിന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. 2009 ജൂലൈ 26 അമിതമായി രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ജൂലൈ 29 തന്റെ 58ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. അങ്ങനെ എന്തെങ്കിലും വാങ്ങിയൊരു വാലിക്കാരനെ പോലെ ഇവിടെ കഴിയാൻ പരമേശ്വരന് മനസ്സില്ല. മുഴുവൻ ഞാൻ സ്വന്തമാക്കും. അതിനുവേണ്ടി എന്തും ഞാൻ ചെയ്യും. എന്താടോ
രാജൻ ബി ദേവിനും ശാന്തമ്മയ്ക്കും ആശ, ജുബിൽ, ഉണ്ണി എന്നിങ്ങനെ 3 മക്കളാണുള്ളത്. അതിൽ ജുബിൽ, ഉണ്ണി എന്നിവർ മലയാള സിനിമയിൽ നടന്മാരായി അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു. രാജൻ ബി ദേവ് എന്ന അതുല്യ കലാകാരൻ അവസാനമായി അഭിനയിച്ചത് അജ്മൽ സംവിധാനം ചെയ്ത റിംഗ് ടോൺ എന്ന ചിത്രത്തിലാണ്. അദ്ദേഹത്തിന്റെ മാസ്മരിക പ്രകടനങ്ങളുള്ള കഥാപാത്രങ്ങൾ നമ്മളോടൊപ്പം ഉള്ളിടത്തോളം കാലം ആ അതുല്യ കലാകാരന് മരണമില്ല എന്ന് തന്നെ പറയാം. ഇതെന്തിനാ കാര്യങ്ങൾ വ്യക്തമായി പറയാത്തതിന്? അതിനാണോ? അതെ. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. പുതിയ താരങ്ങളുടെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, this is Hazel Mary signing off. Bye.